നമസ്കാരം, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തെ കൂടാതെ വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം തുടങ്ങിയ മേജർ അവാർഡ്സും കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്ക് വരാം. എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതിൽ രണ്ട് ഫാക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഒരു ട്രസ്റ്റ് ഒന്നുമല്ല. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എഴുത്തച്ഛൻ പുരസ്കാരം എന്തിനാണ് കൊടുക്കുന്നത്? ഒരു പ്രത്യേക കവിതയ്ക്കാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൃതിക്കാണോ? അല്ല, ഒരാളുടെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒരു പ്രത്യേക കൃതിക്കല്ല എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. എങ്ങനെ ഓർത്തു വെക്കാം? നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലയാള സാഹിത്യം പഠിക്കുന്ന സമയത്ത് മലയാള സാഹിത്യത്തിൽ നമ്മൾ ആദ്യം പറയുന്ന പേരാണല്ലോ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മലയാള സാഹിത്യത്തിലെ ഒരു കില്ലാടിയല്ലേ, ഒരു ശൂരനല്ലേ? അപ്പോൾ അതുകൊണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ഒരു ശൂരനാണ് എന്നാലോചിച്ച് നോക്കുക. ശൂരനാട് കുഞ്ഞൻ പിള്ള. മറക്കരുത്, ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി. എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് നൽകി തുടങ്ങിയത്? 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്ന ഫാക്റ്റും കൂടെ ഇതുമായി ചേർത്ത് പറയുക. അതുകൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കൊടുക്കുക. അപ്പം ഇത് അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് സാധ്യതയുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവന പരിഗണിച്ചാണ്. ഒരു പ്രത്യേക കൃതി പരിഗണിച്ചുകൊണ്ടല്ല, സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. മൂന്നാമത്തത്, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1993. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഇതാണ് പശ്ചാത്തലമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ്. ഇനി അത് കൂടാതെ ഈ വർഷത്തെ വിന്നേഴ്സ് നോക്കാം. ഈ വർഷത്തെ വിന്നേഴ്സ് മാത്രം നോക്കിയാൽ പോരാ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ എസ്പെഷ്യലി 2024 PSCയുടെ പാറ്റേൺ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 2021, 2022, 2023 തുടങ്ങിയ 3 വർഷങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പുറകോട്ടൊരു 3 വർഷം കൂടെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. 2021 ആരാണ്, 2022 ആരാണ്, 2023 ആരാണ് എന്നുള്ളത് പഠിക്കാം. നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് 2021. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം. 2021 ചോദ്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി 2023 നവംബർ മാസം 21 മരണപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫെയറാണ്. 2023 നവംബർ മാസം 21 മരണപ്പെട്ട ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ്? പി വത്സല. അപ്പോൾ പി വത്സല 2023 മരണപ്പെട്ടതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ പഠിച്ചു വെക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പി വത്സലയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2021, 23 അല്ല പറഞ്ഞത്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പി വത്സല. അവരുടെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം കൊടുത്തത് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം ഇനി 2022 വരാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സേതു മാധവനാണ്, അല്ലെങ്കിൽ സേതുവാണ്. അപ്പം 2022 സേതുവാണ്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തനാണ്. ആരാണ്? SK വസന്തൻ. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2021 പി വത്സല, 2022 സേതുമാധവൻ, 2023 SK വസന്തൻ. ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. 2021 പി വത്സല, 2022 സേതുമാധവൻ,
2023 SK വസന്തൻ എന്നിവർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇവരുടെ കൃതികളെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പ് 2023 കാര്യങ്ങളെന്ന് പറയാം. 2021 ഞാൻ പറഞ്ഞു SK വസന്തനാണ് ഈ പുരസ്കാരം കൊടുത്തതെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. അതിൽ എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന് പറയുന്നൊരു നോവലുണ്ട്, അരക്കില്ലം എന്ന് പറയുന്നൊരു നോവലുണ്ട്. അരക്കില്ലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അരക്കില്ലം എന്ന് പറയുന്ന നോവലുണ്ട്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന് പറയുന്ന ഒരു കഥകളുണ്ട്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? SK വസന്തൻ്റെ കൃതിയാണ് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ SK വസന്തന് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. ഇങ്ങനെയും ചോദിക്കാമല്ലോ, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അത് നോവലാണോ, കവിതയാണോ, കഥയാണോ, യാത്രാവിവരണമാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈജ്ഞാനിക സാഹിത്യത്തിൽപ്പെട്ടതാണ്. വൈജ്ഞാനിക സാഹിത്യമാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. അപ്പോൾ അതിൽ സംസ്കാരവും ചരിത്രവും കണ്ട് കൺഫ്യൂഷൻ ആയപ്പോൾ വെച്ചാൽ വൈജ്ഞാനിക ഗ്രന്ഥമാണെന്നുള്ളത്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ SK വസന്തനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്, SK വസന്തൻ 2023 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത്. ആ വർഷം പ്രത്യേകം ഓർത്ത് വെച്ചോ, വർഷം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു PSC എക്സാമിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നു, 2023 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും, ഇദ്ദേഹം 2023 ആയിരുന്നോ, 2024 ആയിരുന്നോ, ഇനി 22 ആയിരുന്നോ എന്നൊക്കെ കൺഫ്യൂഷനായി പോകാൻ ചാൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ SK വസന്തൻ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി ഞാൻ പറഞ്ഞു, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ കിട്ടിയ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതിയാണ് എന്തായിരുന്നു? കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അരക്കില്ലം എന്ന് പറയുന്ന നോവലും കൂടി ഓർത്തു വെക്കുക. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന് പറയുന്ന കഥകളും തുടങ്ങിയ കൃതികളും കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം വിവർത്തനം ചെയ്തൊരു കൃതിയുണ്ട്, ജസ്റ്റ് വായിച്ചു വെക്കുന്നത് മാത്രം, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സംഗീതജ്ഞൻ ബിഥോവൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി റൊമെയിൻ റോളണ്ട് രചിച്ച ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. റൊമെയിൻ റോളണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ച കൃതിയാണ് ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറയുന്നത്. ഈ കൃതി വിവർത്തനം ചെയ്യുകയും കൂടി ആര് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഡോക്ടർ SK വസന്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ SK വസന്തൻ. ഓക്കെ, അതാണ് നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് 2022, ഒരു വർഷം മുമ്പേ 2022 നമ്മൾ നേടിയത് ആരാന്നാണ് പറഞ്ഞത്? സേതുമാധവൻ. സേതുവാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സേതുവിൻ്റെ ചില കൃതികൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യം കൂടിയാണ്. സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പാണ്ഡവപുരം. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് അടയാളങ്ങൾ. അപ്പോൾ പാണ്ഡവപുരം ആരുടെ കൃതിയാണ്? പാണ്ഡവപുരം സേതുവിൻ്റെ കൃതിയാണ്. അടയാളങ്ങൾ ആരുടെ കൃതിയാണ്? സേതുവിൻ്റെ കൃതിയാണ്. പാണ്ഡവപുരം, അടയാളങ്ങൾ, പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, ചേക്കുട്ടി തുടങ്ങിയ കൃതികളൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം സേതുവിൻ്റെ 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള സേതുവിൻ്റെ കൃതികളാണ് പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, കൈമുദ്രകൾ, ചേക്കുട്ടി. ഒന്നുകൂടെ പറയാം, പാണ്ഡവപുരം, അടയാളങ്ങൾ, കൈമുദ്രകൾ, പേടി സ്വപ്നങ്ങൾ, ചേക്കുട്ടി. ഒന്നുകൂടി, പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, കൈമുദ്രകൾ, ചേക്കുട്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പാണ്ഡവപുരം വളരെ പ്രധാനപ്പെട്ടതാണ്, ചേക്കുട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്, പേടി സ്വപ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, കൈമുദ്രകൾ, പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകളും തുടങ്ങിയവും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡും നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ. അപ്പം അടയാളങ്ങൾ കിട്ടിയത് 2 അവാർഡാണ്. എന്തൊക്കെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്, വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടയാളങ്ങൾക്ക് ഏതൊക്കെയാണ് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്, വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്, വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതിനാണ്? അടയാളങ്ങൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതുമാധവനാണ്, അല്ലെങ്കിൽ സേതു എന്ന് പറയുന്ന വ്യക്തിയാണ്.
ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? അടയാളങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. പാണ്ഡവപുരം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പേടി സ്വപ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. കൈമുദ്രകൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ചേക്കുട്ടിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പി വത്സല. അപ്പോൾ 2021 ഞാൻ പറഞ്ഞു പി വത്സല. പി വത്സലയ്ക്ക് എന്താ ഇപ്പോൾ പ്രാധാന്യം 2021? കാരണം 2023 നവംബർ മാസം 21 പി വത്സല മരണപ്പെട്ടു. 2023 നവംബർ മാസം 21 ഇതിനോട് ചേർത്ത് ഒരു ഫാക്റ്റും കൂടെ പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടതാണ്. 21 ആര് മരണപ്പെട്ടത്? പി വത്സല മരണപ്പെട്ടത്. 2 ദിവസം കഴിഞ്ഞിട്ട് 23 ജസ്റ്റിസ് ഫാത്തിമ ബീവിയും കൂടെ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്ത് നോക്കണം. നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി മരണപ്പെട്ട ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ 23 2023 നവംബർ മാസം 23 പഠിക്കുക. 21 പി വത്സല മരിച്ചു. 23 ജസ്റ്റിസ് ഫാത്തിമ ബീവിയും മരണപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, പക്ഷേ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോവാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പി വത്സലയാണ്. 2022 ആരാണ്? സേതുമാധവനാണ്. 2023 ആരാണ്? SK വസന്തനാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ്. 1993 കൊടുത്തത്. സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്നത്. ഈ ചില കൃതികളുടെ പേരും കൂടി പഠിച്ചു. SK വസന്തൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കേണ്ടത് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടുവായിരുന്നു. അതേസമയത്ത് സേതുവിൻ്റെ കൃതികളിൽ നമ്മൾ പ്രധാനപ്പെട്ട് പഠിക്കേണ്ടതൊക്കെയായിരുന്നു? അടയാളങ്ങളുണ്ടായിരുന്നു, പാണ്ഡവപുരം ഉണ്ടായിരുന്നു, പേടി സ്വപ്നങ്ങളുണ്ടായിരുന്നു, കൈമുദ്രകൾ ഉണ്ടായിരുന്നു, ചേക്കുട്ടി ഉണ്ടായിരുന്നു. അത് സേതുവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്. പി വത്സലയുടെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്ന ഒരു കൃതിയാണ് എന്ത്? നെല്ലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നെല്ല് പി വത്സലയുടെ കൃതിയാണ്. അതുകൂടാതെ ഇവരുടെ നിഴലുറങ്ങുന്ന വഴികൾ എന്നുള്ള കൃതിയും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ നേരെ അടുത്ത അവാർഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം മരണപ്പെട്ട ഒരാളല്ലേ, അപ്പോൾ അതുകൊണ്ട് പി വത്സലയ്ക്ക് നമ്മൾ ഒരു ഇച്ചിരി ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പി വത്സലയുടെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പി വത്സലയിലേക്ക് വരുമ്പം 2023 നവംബർ മാസം 21 അന്തരിച്ചു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു, വയനാടിൻ്റെ കഥാകാരി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവർ ശരിക്കും കോഴിക്കോടാണ് പി വത്സല ജനിച്ചത്. അപ്പോൾ പി വത്സല ജനിച്ചത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വയനാട് എഴുതി പോരുത്. പി വത്സല ജനിച്ചത് ശരിക്കും കോഴിക്കോടാണ്. ഇവർ തിരുനെല്ലിയുടെ കഥാകാരി, അതേപോലെ തന്നെ വയനാടിൻ്റെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വയനാടൻ സാമൂഹ്യ പശ്ചാത്തലം പ്രമേയമാക്കിക്കൊണ്ട് ഇദ്ദേഹം ഒരു നോവൽ ത്രയം രചിച്ചിട്ടുണ്ട്. അത് 3 നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെല്ലെന്ന് പറയുന്നത്. നെല്ലിന് കൂടാതെ ആഗ്നേയം എന്ന് പറയുന്ന നോവലും കൂമൻ കൊല്ലി എന്ന് പറയുന്ന നോവലും രചിച്ചിട്ടുണ്ട്. നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി ഈ 3 നോവലുകൾ വയനാട് പശ്ചാത്തലത്തിൽ രചിച്ച നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി എന്നിവ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച കൃതികളാണ്. പി വത്സലയുടെ ആദ്യത്തെ നോവലിൻ്റെ പേര് തകർച്ച എന്നാണ്. അപ്പോൾ പി വത്സലയുടെ ആദ്യത്തെ നോവൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? തകർച്ചയാണ്. പി വത്സലയുടെ ആദ്യത്തെ നോവൽ തകർച്ച. മറക്കരുത്, പി വത്സലയുടെ ആദ്യത്തെ നോവലാണ് തകർച്ച എന്ന് പറയുന്നത്. ഇവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നിഴലുറങ്ങുന്ന വഴികളാണ്. PSC ചോദിച്ച ചോദ്യമാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പി വത്സലയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം നിഴലുറങ്ങുന്ന വഴികൾ. അപ്പോൾ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ നെല്ലും നമ്മൾ പഠിച്ചു, നിഴലുറങ്ങുന്ന വഴികളും നമ്മൾ പഠിച്ചു. നെല്ലാണ് ഇവരെ പ്രശസ്തയാക്കി മാറ്റിയത്. എന്നാലും നമ്മൾ ഈ പറയുന്ന നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന പി വത്സലയുടെ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2021 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. ആ നമ്പറും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയപ്പോൾ അത് 29ാമത്തേതായിരുന്നു. നമുക്കറിയാം 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് അല്ലേ. അപ്പം 2021 കൊടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് 29ാമത്തെ പുരസ്കാരമായിരുന്നു. 29ാമത്തെ. അപ്പം 29. അപ്പം നമ്മുടെ സേതുവിന് കൊടുത്തത് എത്രാമത്തെ ആയിരിക്കും? സേതുവിന് കൊടുത്തത് 30ആണ്. SK വസന്തന് കൊടുത്തത് 31ാമത്താണ്. അപ്പം SK വസന്തന് 2023 SK വസന്തന് കൊടുത്തത് എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്? അത് 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കൺഫ്യൂഷനായി പോവില്ലല്ലോ. കൺഫ്യൂഷനായി പോകാൻ ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് 2023 2023 തിരിച്ചിട്ടല്ല എത്രയാവും?
32 മാറും. ആ 32 1 കുറച്ചാൽ മതി 31. അപ്പോൾ SK വസന്തന് കൊടുത്ത എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത്തതാണ്? അത് 31ാമത്തതാണ്. 30ാമത്തത് ആർക്കാണ് കൊടുത്തത്? സേതുവിനാണ് കൊടുത്തത്. 29ാമത്തെ ആർക്കാണ് കൊടുത്തത്? നമ്മുടെ വത്സലയ്ക്ക് കൊടുത്തത്. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാം. വർഷം വെച്ച് ചോദിക്കാം, എത്രാമത്തതാണ് എന്ന് ചോദിക്കാം. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം എന്താ? 29ാമത്തത് 2021 കൊടുത്തു, കിട്ടിയതാർക്കാണ്? P വത്സലയ്ക്ക്. 30ാമത്തത് എപ്പോൾ കൊടുത്തു? 2022 കൊടുത്തു. ആർക്കാണ് കിട്ടിയത്? സേതുവിനാണ് കിട്ടിയത്. 31ാമത്തത് 2023 കൊടുത്തു. ആർക്കാണ് കിട്ടിയത്? നമ്മുടെ SK വസന്തനാണ്. ഇത്രയും പോയിന്റ്സാണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാറുള്ളത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും കൂടി നമ്മൾ പഠിച്ചു. അടുത്ത പുരസ്കാരവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.